7000 വർഷം പഴക്കമുള്ള നിഗൂഢതകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ക്ഷേത്രം. മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുകയായിരുന്ന ഈ ക്ഷേത്രത്തെ കണ്ടെടുത്തത് തീരെ അവിചാരിതമാണെങ്കിലും ഇന്ന് ഇവിടം ബാംഗ്ലൂരിലെ വിശ്വാസികൾ കൊഴിച്ചുകൂടാനാകാത്ത പുണ്യസ്ഥലമാണ്. നിഗൂഢതകൾ ധാരാളം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെന്ന് ഇവിടെ എത്തുന്നവർക്ക് ഒറ്റക്കാഴ്ചയിൽ തന്നെ വ്യക്തമാണ്. നന്ദി തീർത്ഥ എന്നും അറിയപ്പെടുന്ന ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാൻ ശ്രമിക്കാം. മല്ലേശ്വരപുരം വെസ്റ്റിൽ കോദണ്ഡരാമപുരത്തിന് സമീപമുള്ള കടു മല്ലേശ്വര ക്ഷേത്രത്തിന്റെ എതിർവശത്തായാണ് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയാളികൾക്കേറെ പരിചിതമായ കോറമംഗലയിൽ നിന്നും 14 കിലോമീറ്റർ അകലെയായാണ് ഈ ക്ഷേത്രമുള്ളത്. 7000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപാണ് കണ്ടെത്തുന്നത്. അതും തികച്ചും അവിചാരിതമായി. കടു ക്ഷേത്രത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ 1997 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് മണ്ണിൽ പൊതിഞ്ഞ നിലയിൽ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ ഒരു ഭാഗം കാണപ്പെടുന്നത്. പിന്നീട് കൂടുതൽ കുഴിച്ചപ്പോഴാണ് മണ്ണിനടിയിൽ ഒരു ക്ഷേത്രം തന്നെയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇവിടെ നടന്ന ഖനനങ്ങൾ പൂർത്തിയാക്കിയത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു. ഈ ഖനനത്തിലാണ് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രക്കുളവും അതിനോട് ചുറ്റും കൽപ്പടവുകളും കൂടാതെ ധാരാളം തൂണുകളുള്ള മണ്ഡപങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഖനനം പൂർത്തിയാകുമ്പോഴേക്കും ധാരാളം നിഗൂഢതകളും ഇവിടെ കാണാൻ സാധിച്ചു. മുഴുവൻ സമയവും ജലം വന്ന് വീണുകൊണ്ടിരിക്കുന്ന ശിവലിംഗമായിരുന്നു ആദ്യത്തെ വിസ്മയം. തൊട്ടുമുകളിലത്തെ നിലയിൽ കല്ലിൽ തീർത്തിരിക്കുന്ന നന്ദിയുടെ പ്രതിമയിൽ നിന്നുമായിരുന്നു ശിവലിംഗത്തിലേക്ക് ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന നന്ദി പ്രതിമയുടെ വായിൽ നിന്നും ജലം പ്രവഹിച്ച് ശിവലിംഗത്തിൽ പതിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നന്ദിയുടെ വായഭാഗം വൃത്തിയാക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഉറവ തന്നെ കണ്ടെത്തിയെന്നാണ് വിശ്വാസം. എന്നാൽ ഇതിൽ എവിടെ നിന്നാണ് ജലം നിറയുന്നത് എന്ന് ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഖനനത്തിൽ കണ്ടെത്തിയ സ്ഥലങ്ങൾ പൂർണ്ണമായും വൃത്തിയാക്കിയപ്പോൾ ക്ഷേത്രക്കുളവും ശിവലിംഗവും തമ്മിൽ ക്ഷേത്ര സമുച്ചയത്തിന്റെ നടുവിൽ വെച്ച് യോജിക്കുന്നുവെന്ന് കണ്ടെത്തുകയുണ്ടായി. നന്ദിയിൽ നിന്നും ശിവലിംഗത്തിലേക്ക് എത്തുന്ന വെള്ളം ക്ഷേത്രക്കുളത്തിലേക്കാണ് തിരികെ പോകുന്നത്. ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിന് ഈ പേര് വരുന്നതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഇവിടുത്തെ നന്ദിയുടെ പ്രതിമയാണെന്ന് കണക്കാക്കപ്പെടുന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദക്ഷിണദിക്കിനെ അഭിമുഖീകരിച്ചാണ് ഇവിടെ നന്ദിയുള്ളത്. അതിനാലാണ് ക്ഷേത്രത്തിന് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രം എന്ന പേര് ലഭിച്ചത്. ക്ഷേത്രത്തിന്റെ പഴക്കത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന യാതൊരു രേഖകളും ചരിത്രങ്ങളും ലഭ്യമല്ലെങ്കിലും 7000 വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്നാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ കാർബൺ ഡേറ്റിംഗിൽ 400 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. തൂണുകൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിന് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിർമ്മാണ ശൈലിയാണ് കാണാൻ സാധിക്കുന്നത്. ക്ഷേത്രകുളത്തിനു ചുറ്റുമായി തൂണുകളാൽ മറച്ച വരാന്തയാണ് പ്രധാന ആകർഷണം. കൂടാതെ സാധാരണ ശിവക്ഷേത്രങ്ങളിൽ ശിവന്റെ വാഹനമായ നന്ദി ക്ഷേത്രത്തിന് മുന്നിലായാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശിവലിംഗം സൂക്ഷിച്ചിരിക്കുന്ന മണ്ഡപത്തിന് മുകളിലായാണ് നന്ദിയെ നമുക്ക് കാണാൻ സാധിക്കുക. ക്ഷേത്രക്കുളവും ശിവലിംഗവും നന്ദിയും മാത്രമാണ് ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന കടു മല്ലീശ്വര ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും ആളുകൾ വിശ്വസിച്ചു പോരുന്നു. ശ്രീ ദക്ഷിണമുഖ നന്ദി തീർത്ഥ കല്യാണി ക്ഷേത്രത്തിൽ ശിവൻ മുഖ്യപ്രതിഷ്ഠയായതിനാൽ ശിവനുമായി ബന്ധപ്പെട്ട മിക്ക കാര്യങ്ങളും ഇവിടെ ആഘോഷിക്കാറുണ്ട്. മഹാശിവരാത്രി ദിവസമാണ് ഇവിടെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ദിവസം. ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന വരാന്തയ്ക്ക് സമീപത്തായി ഗണേശന് സമർപ്പിച്ചിരിക്കുന്ന ചെറിയൊരു കോവിലും നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഇവിടെ നവഗ്രഹങ്ങളെയും ആരാധിച്ചു പോരുന്നു.